കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശ് പിടിക്കുന്ന 71,000 വോട്ടാണെങ്കിൽ പി വി അൻവർ 81,000 വോട്ടേ ഉള്ളൂ. 2000 ചില്ലുവാന വോട്ട് ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. ആ പി വി അൻവറിന് കിട്ടിയ വോട്ട് അങ്ങനെ എം സ്വരാജിന് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് യു ഡി എഫിൻ്റെ വോട്ട് മാത്രമാണോ എന്നൊക്കെയുള്ള എന്താണ് തെരഞ്ഞെടുപ്പ് അരത്തമെറ്റിക്സിലേക്ക് പോയാൽ പി വി അൻവർ നിൽക്കുന്നത് ഇടതുപക്ഷത്തിന് പൂർണ്ണമായി ഗുണകരമാകുമെന്ന് നമുക്ക് മൈന്യൂട്ടർത്ഥത്തിൽ പറയാൻ പറ്റില്ല കേട്ടോ ശ്രീ കെ അനിൽകുമാർ. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയുടെ കടന്നുവരവ് ആ തെരഞ്ഞെടുപ്പിനെ ഗുണപരമായി സ്വാധീനിച്ചു എന്നുള്ളതിന് ഏറ്റവും കൃത്യമായ തെളിവാണ് എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം. സ്വരാജ് വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും നിലമ്പൂരും കേരള രാഷ്ട്രീയവും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന മാറ്റത്തിൽ ഗുണപരതയുണ്ട്. ആ ഗുണപരതയെ വോട്ടിൻ്റെ എണ്ണത്തിലുള്ള മാറ്റമായി ഗണപരതയാക്കി മാറ്റാനാണ് ഞങ്ങൾ അവിശ്രമം പണിയെടുക്കുന്നത്. ഞങ്ങളുടെ പ്രവൃത്തിക്ക്, ഞങ്ങളുടെ അധ്വാനത്തിന് ഫലം കിട്ടാനിടയുള്ള കാരണം ഈ സർക്കാർ 1500 വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയതിൽ എണ്ണി 9 കൊല്ലമായി എന്തെല്ലാം നടപ്പാക്കുന്നുവെന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഒരു വരി കൊണ്ട് പോലും ഞങ്ങളുടെ പ്രോഗ്രസ് കാർഡിൽ ഒരു വരി വെട്ടിക്കളയാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞില്ല, വി ഡി സതീശന് കഴിഞ്ഞില്ല. സാധാരണഗതിയിൽ ഒരു കുട്ടിക്ക് മാർക്കിടുമ്പോൾ ചുവന്ന വര വരയ്ക്കുന്നത് പോലെ ഞങ്ങളുടെ പ്രോഗ്രസ് കാർഡിൻ്റെ 9 വർഷത്തെ ചരിത്രത്തിൽ ഒരു വരി എഴുതാനോ ഒരു വരി വെട്ടാനോ അടിവരയിടാനോ ചുവന്ന മഷി ഇടാനോ കഴിയാത്ത വിധം പ്രോഗ്രസ് കാർഡ് ജനജീവിതത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. ഇത് തുടരണോ? എന്തിന് തുടരണം? മന്ത്രിമാർക്ക് തുടരാനല്ല, ഈ ഗവൺമെൻറ്റിലെ മന്ത്രിമാർക്ക് തുടരാനല്ല ഞങ്ങൾ തുടരണമെന്ന് പറയുന്നത്. അധികാര കസേര ആർക്കെങ്കിലും തുടർന്നിരിക്കാനല്ല തുടരണമെന്ന് പറയുന്നത്. ഇവിടെ ആര്യാട് മുഹമ്മദ് ഉണ്ടായിരുന്നു, 35 കൊല്ലം MLA ആയിരുന്നു. നിലമ്പൂരിലെ ചന്തക്കുന്നിലെ വഴിക്ക് വീതിയുണ്ടോ? ആ വഴിക്ക് നിലമ്പൂരിലെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലമടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്ന് വീതിയുള്ള നിലമ്പൂർ ഉണ്ടായത് ആരുടെ കാലത്താണ്? 35 കൊല്ലം ആര്യാടന് കഴിയാതിരുന്ന കാര്യം 9 കൊല്ലക്കാലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ നടത്തിയെന്ന് നവകേരള സദസ്സിൻ്റെ വേദിയിൽ ഇവിടുത്തെ MLA പറഞ്ഞില്ലേ? അപ്പോൾ ജനങ്ങൾ ഇതാ കാണുന്നത്. ഈ വികസനത്തിനാണ് വോട്ട്. ഇത് തുടരാൻ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നൊരു നേതാവിനെ കിട്ടിയാൽ പിന്നെന്താണ് വേണ്ടത്? മുൻനിരയിലെ നേതാവാണ്, പിന്നെന്താണ് വേണ്ടത്? ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. കാത്തിരിക്കുന്നത് സ്വരാജിന് മാലയിടാൻ മാത്രമല്ല, വികസനത്തിൻ്റെ പുതിയ വെളിച്ചം ഈ നിലമ്പൂരിൽ ഉണ്ടാക്കാനാണ്. അതാണ് പറയുന്നത്. ഇനി RSSനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടിയിൽ 2000 എഴുതി വച്ചിട്ടുണ്ട്. CPM പരിപാടിയാണ് പറയുന്നത്. 2000 എഴുതി വച്ചിട്ടുണ്ട്. 1971 തലശ്ശേരിയിൽ RSS ആരംഭിച്ച വർഗീയ കലാപത്തിനെതിരെ യുദ്ധം ചെയ്തവരാണ് ഞങ്ങൾ. മാറാട് കടപ്പുറത്ത് വരയിട്ടപ്പോൾ ഓടിപ്പോകാത്തൊരു പിണറായി വിജയനെ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ യുദ്ധം ചെയ്തവരാണ്. ആന്റണി വാലും മടക്കി പോയപ്പോൾ ഓടിപ്പോകാത്തൊരു പിണറായി വിജയൻ വരയിട്ടപ്പോൾ നീ മാറടാ എന്ന് പറഞ്ഞൊരു പിണറായി വിജയനെ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ തലശ്ശേരി മുതൽ യുദ്ധം ചെയ്യാണ്. ആ യുദ്ധം ചെയ്ത് വന്നപ്പോൾ നിരവധി രക്തസാക്ഷികളുണ്ടായി. പ്രത്യേകമായൊരു ഘട്ടത്തിൽ ഈ ഏറ്റുമുട്ടലിൻ്റെ ഈ തലം മാറണം എന്നൊരു സമൂഹത്തിൽ ചർച്ച വന്നപ്പോൾ ആ ചർച്ചയോട് പ്രതികരിക്കുന്നത് RSSുമായി സന്ധിയല്ല. സന്ധിയായിരുന്നെങ്കിൽ K രാധാകൃഷ്ണൻ MP ED കേസിൽ പ്രതിയാകുമോ? AC മൊയ്തീനും അതുപോലെ തന്നെ അപ്പുറത്തുള്ള സഖാവ് MM വർഗീസും ED കേസിൽ പ്രതിയാകുമോ? ഞങ്ങൾക്ക് സന്ധി ഉണ്ടായിരുന്നെങ്കിൽ ED ഉദ്യോഗസ്ഥന്മാരെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ പിടിച്ച് കേസിൽ FIRൽ പേര് ചേർക്കുമോ? ഇന്ത്യ രാജ്യത്ത് സിദ്ധരാമയ്യയ്ക്കും രേവന്ത് റെഡ്ഡിക്കും ഇല്ലാത്ത തൻ്റെ ഇടം, സിദ്ധരാമയ്യയ്ക്കും രേവന്ത് റെഡ്ഡിക്കും ഇല്ലാത്തൊരു തൻ്റെ ഇടം പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യന് ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഈ സർക്കാരിനുണ്ടാകുന്നതിന് കാരണം എന്താണ്? എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് ആർജവം. ഒരു മോദിയല്ല, 1000 മോദിമാർ വന്നാലും ഒരു ചുക്കും കേരളത്തിൽ ചെയ്യാൻ പോകുന്നില്ല. ഈ കേരളത്തിലെ LDFനെതിരെ, CPMനെതിരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വെല്ലുവിളിക്കല്ലേ? 6 ഏക്കർ അവിടെ ഒരു RSS നേതാവിനെ കൊണ്ടുവന്നപ്പോൾ അത് രാജ്ഭവനിൽ അതിനുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ പത്രമൊന്നും വായിക്കുന്നില്ലേ? ഈ രാഷ്ട്രീയം നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കൊടകര കുഴൽപ്പണ കേസിൽ 44 കോടി രൂപയുടെ കള്ളപ്പണമാണ് BJP കൈകാര്യം ചെയ്തതെന്ന് BJPയുടെ നേതാക്കന്മാരുടെ പേരുകളടക്കം കുറ്റപത്രം എഴുതി കൊടുക്കാൻ ഒരു പോലീസിന് ധൈര്യമുണ്ടായെങ്കിൽ ആ പോലീസ് RSS വൽക്കരിക്കപ്പെട്ട പോലീസല്ല എന്ന് സാമാന്യബോധമുള്ള ആർക്കാ മനസ്സിലാവാത്തത്? ഇന്ത്യ മുഴുവൻ ആരാധനാലയങ്ങൾ മൂടുന്നു. ആരുടേത്? മതന്യൂനപക്ഷങ്ങളുടേത്. അവിടെ വേട്ടയാടുന്ന മനുഷ്യനോടൊപ്പം ഞങ്ങളുണ്ട്. കേരളത്തിലോ? രാജസ്ഥാനിലൊരു കൊച്ചു കുഞ്ഞിനെ ചവിട്ടിക്കുന്നില്ലേ അവിടുത്തെ പോലീസ്?
രാഹുൽ ഗാന്ധി പോയോ? നിങ്ങൾ പറഞ്ഞ ജോഡോ യാത്ര രാഹുൽ ഗാന്ധി പോയോ? പ്രിയങ്ക ഗാന്ധി നിങ്ങളുടെ വയനാട്ടിലെ MP എന്താ പറഞ്ഞത്? രാമക്ഷേത്രത്തിന് കല്ലിടുന്നിടത്ത് എന്നെ വിളിച്ചില്ല. എൻ്റെ അച്ഛൻ തൊട്ട് തുടങ്ങിയ പണിയാണ്, നിങ്ങൾ എന്നെ വിളിക്കാത്തത്. ഞങ്ങൾ കുടുംബമായിട്ട് തുടങ്ങിയ പണിയാണ് ബാബരി മസ്ജിദ് പൊളിക്കലും അവിടെ പണിയലും. പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി അല്ലേ? മറന്നു പോയിട്ടുണ്ടോ? ഇതാണോ നിങ്ങളുടെ ജോഡോ? അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ നല്ല പോരാട്ടത്തിലാണ്. അടുത്ത ജൂലൈ 9 ദേശീയ പണിമുടക്കാണ്. കേരളത്തിൽ നിങ്ങളുടെ സമീപനം എന്താണ്? നിങ്ങൾ പിന്നിൽ നിന്ന് കുത്തുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, അൻവർ പ്രയോഗിക്കുന്ന വർഗീയതയാണ്, UDF പ്രയോഗിക്കുന്ന വർഗീയതയാണ്. BJPയുടെ നേതാവ് ഇവിടെ എന്തോ ജ്വലിക്കുന്നുണ്ടല്ലോ, കറാച്ചി തുറമുഖം അങ്ങ് പൊളിച്ചോ? നമ്മുടെ ഒരു സൈനിക മേധാവ് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ വിമാനം വീണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിക്കുകയല്ല, ഞാൻ കരയുകയാണ്. വീണ കൂടെ ഇന്ത്യയിലെ പട്ടാളക്കാരൻ മരിച്ചിട്ടുണ്ടോ? മോദി അത് മൂടി വെച്ചിട്ടുണ്ടോ? അതിർത്തിയിൽ യുദ്ധമുണ്ടായാൽ യുദ്ധം അതിർത്തിയിൽ മാത്രമല്ലെന്നും ഓരോ പട്ടാളക്കാരനും, നമ്മുടെ പ്രിയ പട്ടാളക്കാരന്മാർ, അവർ ശരീരത്തിൽ വെടിയേറ്റ് ഇവിടെ തിരിച്ചു വരുമെന്നും തിരിച്ചറിയാനുള്ള ബോധം വേണം. അതുകൊണ്ട് പാകിസ്ഥാനെ പരാജയപ്പെടുന്ന പാകിസ്ഥാൻ മാത്രമല്ല, 37 പേർ പഹൽഗാമിൽ കൊല്ലപ്പെട്ടതിൽ മുസ്ലിങ്ങളുണ്ട്, ഒരു കുതിരക്കാരനുണ്ട്. ഞങ്ങളുടെ ടൂറിസ്റ്റുകളെ കൊല്ലരുതെന്ന് പറയുന്ന മുസ്ലിമായ കുതിരക്കാരനെ നിങ്ങൾ കേട്ടോ? ഒരു മതക്കാർ മാത്രമല്ല പാകിസ്ഥാനിൽ പഹൽഗാമിൽ കൊല്ലപ്പെട്ടത്. തിരിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സൈനിക സംഘർഷത്തിൽ എത്ര ആൾ മരിച്ചു? കണക്കുണ്ടോ നിങ്ങളുടെ കയ്യിൽ? യുദ്ധം എന്ന് പറഞ്ഞാൽ മരിക്കും. യുദ്ധം നടന്നിട്ടില്ല. ഇന്ത്യൻ മിലിറ്ററി പറയുന്നത് എന്താണ്? വെരി ലിമിറ്റഡ് ഓപ്പറേഷൻസ്. ഞങ്ങളുടെ വെരി ലിമിറ്റഡ് ഇൻ്റർഫറൻസ്. ഞങ്ങൾ രാജ്യതന്ത്രത്തിൽ കടന്നില്ല. ഭീകരവാദി താമസിക്കുന്നിടത്ത് മാത്രം കയറി. ഭീകരവാദി താമസിക്കുന്നത് നിന്റെ രാജ്യമാണെങ്കിൽ ആ രാജ്യം തന്നെ ഞങ്ങൾ ടാർഗറ്റായി മാറും. അതുകൊണ്ട് ഭീകരവാദിയെ താമസിപ്പിക്കരുത് എന്ന് പാകിസ്ഥാനോട് പറയുമ്പോൾ, ആ പാകിസ്ഥാനോട് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ രാജ്യമാണ്. RSSൻ്റെ നാഗപ്പൂരിൽ നിന്നല്ല തീരുമാനമെടുത്തത്. ഇന്ത്യൻ സൈന്യം പുറപ്പെട്ടത് നാഗപ്പൂരിലെ തീരുമാനമനുസരിച്ചിട്ട്. അതുകൊണ്ട് മോഹൻ ഭഗവതിൻ്റെ വേല കയ്യിലിരിക്കട്ടെ. മതനിരപേക്ഷ ഇന്ത്യയാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്, സ്വരാജിന്റെ നിലപാട്. ശരിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഏതെങ്കിലും തരത്തിൽ സ്വരാജ് തള്ളിപ്പറഞ്ഞില്ല. ഏതെങ്കിലും തരത്തിൽ ഭീകരവാദ വിരുദ്ധ നടപടിയെ സ്വരാജ് തള്ളിപ്പറഞ്ഞില്ല. സ്വരാജ് പറഞ്ഞ യുദ്ധത്തിനെതിരെയാണ്. അതിന് പറയാനുള്ള കാരണം ഒരു വിശ്വമാനവികതയുടെ അർത്ഥത്തിലാണ് സ്വരാജ് അത് പറഞ്ഞതും.